കാണാട്ടാ നേരെ വലത്തോട്ടാ അരീക്കൽ അരീക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇത് ഇവിടുത്തെ 5 കിലോമീറ്റർ പോയിട്ട് ലെഫ്റ്റ് 5 കിലോമീറ്റർ പോയാൽ ഈ ചാലോട് റോഡിന് പോയി നേരെ മുകളിലേക്കാ. ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വീഡിയോ ആണ്. ഞങ്ങൾ സാധാരണ ഒരു സ്ഥലത്ത് പോകുന്നത് GPS-ൻ്റെ സഹായത്തോടെയാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പോകുന്നത് അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചേരുന്നത് GPS-ൻ്റെ സഹായത്തോടെയല്ല. അപ്പോൾ ഇതൊരു ചലഞ്ചാണ്. അപ്പം ആൾക്കാരോട്, അതായത് വഴിയിൽ കാണുന്ന ആൾക്കാരോട് ചോദിച്ചാണ് ഞങ്ങൾ ഇന്ന് ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വളക്കൈ അങ്ങോട്ട് കേട്ടോ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരാളോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ അയാൾ ആ വഴി പറഞ്ഞു തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ച് പോകാനുള്ള പരിപാടിയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ചാലോടാണ്. സ്ഥലം പേരറിയാവുന്നത് ചാലോടിനടുത്താണ് ഈ അരീക്കൽ വെള്ളച്ചാട്ടം നമുക്കറിയാം. അപ്പോൾ ഇനി മൊത്തം ചോദിക്കേണ്ടത് ചാലോട് സ്ഥലമാണ്. അപ്പോൾ ഇനി അടുത്ത ആളോട് ചോദിച്ച് പോകാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഈ ചാലോട് എങ്ങോട്ട് കേട്ടോ? ചാലോട് നിങ്ങളൊരു കാര്യം ചെയ്യും, നേരെ മയിലിൽ പോവാം. മയിലിൽ പോയിട്ട് അവിടുന്ന് പിന്നെ എന്താ പറയുക, അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞുതരും വഴിയുണ്ട്. മയിലല്ലേ? മയിലിൽ പോവാം, നേരെ പോകണം. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് മയിൽ? മയിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? മയിൽ ഏകദേശം 5 കിലോമീറ്റർ. മയിലല്ലേ? മയിൽ എന്താ ഞങ്ങളെ ഏതാ ചാനൽ ഏതാ? റോറോസ് എന്ന് പറഞ്ഞിട്ട്. ഇവരെ ഏത് ഒരു യൂട്യൂബിലുള്ള ടീമിന്റെ? അല്ലല്ല. ശരി, താങ്ക്സ്. മയില്. അപ്പൊ അങ്ങനെ നമ്മൾ മയിലേക്ക് പോകാം കേട്ടോ. രണ്ടാമത്തെ ചേട്ടനെ കിട്ടി. ചേട്ടാ ഈ ചാലോട് അടുത്തേക്കാ? താങ്ക്സ് ചേട്ടാ. എടാ ഇതാണോ ചാലോട് റോഡ്? ചാലോട് റോഡ് ഇതാ? ചേട്ടാ ഈ ചാലോട് റോഡ് എങ്ങോട്ട് കേട്ടോ? നേരെയാ? ഇടത്തോട്ടുള്ള റോഡാ? കിലോമീറ്ററിൽ ഒരു 1/2 കിലോമീറ്റർ അങ്ങനെ അധികമുള്ളൂ. പക്ഷെ നല്ല അതിലെ പോയിട്ടല്ലേ? യൂട്യൂബ് ചാനലിൽ. താങ്ക്സ് ചേട്ടാ. നല്ല ആൾക്കാരാ കേട്ടോ, അല്ലേ? അവർ നല്ല വഴി പറഞ്ഞു തന്നു കേട്ടോ. നമുക്ക് ശരിക്കും ചാലോടിനടുത്താണ് ഈ വെള്ളച്ചാട്ടം എന്നറിയാം. പക്ഷേ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും അതിൻ്റെ ഇടയ്ക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം തന്നെ ചോദിക്കുന്നത് എല്ലാവരോടും. അപ്പോൾ നല്ല ആൾക്കാരാണ് കേട്ടോ. പോവാം. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം നല്ല ആൾക്കാർ തന്നെയല്ലേ? മലയാളികൾ എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരാണ്, നല്ല സഹകരണമാണ്. അവർ ഇതിലേ പോകുന്നത് കുറച്ചുകൂടെ ദൂരം കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, റോഡത്ര ശരിയില്ല. അതുകൊണ്ട് വേറെ റോഡ് അവർ പറഞ്ഞു തന്നു. ആ റോഡിൽ കൂടെ പോയാൽ മതി. അപ്പോൾ നമ്മൾ ആ റോഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ചോദിക്കാൻ പോവാം. എന്നിട്ട് ഇതാണോ ചാലോട് റോഡ്? ചാലോട് അരീക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇത് ഇവിടുത്തെ 5 കിലോമീറ്റർ പോയിട്ട് ലെഫ്റ്റ് 5 കിലോമീറ്റർ പോയാൽ ഈ ചാലോട് റോഡിന് പോയി നേരെ 5 കിലോമീറ്റർ. ആദ്യം 5 കിലോമീറ്റർ പോകുമ്പോൾ അങ്ങ് പോയി മുക്കും. അവിടെ കുറച്ച് പോയാൽ ഒരു 12-13 കിലോമീറ്റർ. ഓക്കെ, താങ്ക്സ്. നല്ല റോഡ് ഇതാണ്. ഓക്കെ, 5 കിലോമീറ്റർ പോയിട്ട് ലെഫ്റ്റാ. ഓക്കെ, കിട്ടിയില്ലേ?
റോഡ് നമുക്ക് കിട്ടി കേട്ടോ. ഈ റോഡ് നേരെ പോവുക 5 കിലോമീറ്റർ. കിലോമീറ്റർ എത്രയാണെന്ന് പറഞ്ഞോടാ, പക്ഷേ 5 കിലോമീറ്റർ നമ്മൾ നേരെ പോകുന്നു, പിന്നെ ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്നു. ഓക്കെ, ചാലോട് റോഡ് ഇതല്ലേ ഏട്ടാ? ചാലോട് ആ ഇതേപോലത്തെ റോഡ് ഉണ്ടാവും, ഒരു കയറ്റത്തിന് ക്രോസ് ചെയ്യും. സെയിം റോഡ് അതല്ലേ, കയറ്റത്തിന് കറക്റ്റ് ക്രോസ് ചെയ്യും. ചാലോടല്ലേ? അങ്ങനെ പോയാൽ മതി. ആ ഓക്കെ ഏട്ടാ. അടുത്തോട്ട് ലെഫ്റ്റ്. ആ ഓക്കെ, ഇതേപോലത്തെ റോഡ് നല്ലൊരു കയറ്റത്തിന് ലെഫ്റ്റ്. ഓക്കെ, താങ്ക്സ് ചേട്ടാ. അങ്ങനെ ചേട്ടനോട് ചോദിച്ചു, കാരണം അപ്പുറത്ത് 2 ഡൈവേഴ്സും വരുന്നുണ്ട് കേട്ടോ. 2 റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. കാരണം പക്ഷേ അവിടുന്ന് പറയുകയും ചെയ്തായിരുന്നു ഇങ്ങനെ നേരെ പോയാൽ മതി. പലർക്കും പല റോഡാണ് അഭിപ്രായം പറയുന്നത് കേട്ടോ. ഇത് നല്ല റോഡാണ്. അവിടുന്ന് പറഞ്ഞു തന്നെ ചെയ്ത് വെച്ച് നോക്കും. മയ്യയിൽ പറഞ്ഞു ചേട്ടാ, ഈ ചാലോട് റോഡ് എങ്ങോട്ട് കേട്ടോ? ആ നേരെ മുകളിലേക്കാ? ആ ഓക്കെ. ഓക്കെ, താങ്ക്സ് ചേട്ടാ. നമുക്കിപ്പോൾ റോഡ് മാറിപ്പോയാൽ മാറിപ്പോയാലായിരുന്നു നമ്മൾ കറക്റ്റായിട്ട് കൂടി പറഞ്ഞു തന്നേക്കാം. പക്ഷെ എന്തായാലും നമ്മൾ അടുത്ത ജംഗ്ഷൻ എത്തുമ്പോൾ നമുക്ക് ചോദിക്കണം. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നല്ല കാര്യമല്ലേ? എന്നാൽ നമ്മൾ കാറോട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഒരാളോട് ചോദിച്ചു അരീക്കൽ. പക്ഷെ അരീക്കൽ അവർക്ക് ആർക്ക് പറഞ്ഞോളൂ. അപ്പം കാറോട് ചെന്നിട്ട് റോഡ് കാണാം കേട്ടോ. നേരെ വലത്തോട്ടാ? ബടുകുളം സ്ഥലത്ത് ആ അവിടെ നേരെ വലത്തോട്ട് പോയാൽ മതി. കുറേ കിലോമീറ്റർ നേരെ പോയാൽ നാട്ടുവരെ എത്താം. ആ ഓക്കെ. ആ ആരോട് നാടന്ന് ചേർന്നിട്ട് വലത്തോട്ട് പോകാം. 4 കൂടി മുട്ടും. 4 കൂടി മുട്ടും. മെയിൻ വരുന്ന റോഡാണ്. അതുകൊണ്ട് നാട്ടുവരക്ക് പോകുന്ന ഈ റോഡ് നാട്ടുവരക്ക് പോകും. അവിടെ വലത്തോട്ട് പോയാലും ചാലോടെ. എത്ര കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ? എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇവിടുന്ന് ഒരു 11-12 നേരെ. താങ്ക്സ് സർ. നമ്മൾ നേരെ പോവാ കേട്ടോ. ഇപ്പോൾ അത്ര ദൂരമേ ഉള്ളൂ, 12 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ഈ കൂടുതലും ജംഗ്ഷൻ എത്തുമ്പോൾ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരോട് ചോദിക്കുന്നത്. ഈ ചാലോട് അങ്ങോട്ട് കേട്ടോ? 1.5. ആ അതാ ചാലോട്. ഈ അരീക്കൽ അവിടുന്ന് അരീക്കൽ വെള്ളച്ചാട്ടമല്ലേ? ചാലോടുന്നാ പോകുന്നത്. ആ ചാലോട് നേരെ അങ്ങോട്ടാ താഴേക്കാ? ആ ആടുന്ന് ചോദിച്ചാൽ മതി അല്ലേ? ആ താങ്ക്സ് സർ. അപ്പോൾ നമ്മൾ അവിടുന്ന് ചോദിച്ചു, അവർ പറഞ്ഞു തന്നെ കേട്ടോ. അവർക്ക് അറിഞ്ഞുകൂടാ ഈ അരീക്കൽ വെള്ളച്ചാട്ടം, അവർക്ക് അറിഞ്ഞുകൂടാ. അവരൊന്നും പോയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അത്ര വലിയ ഫേമസ് ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പം എന്താണ് നമുക്ക് ചോദിച്ചു വെച്ച് പോവാം. ഓക്കെ, പുള്ളി ഇടയ്ക്ക് ചോദിച്ചു ഗൂഗിൾ മാപ്പ് എന്താ പറയുന്നത്. നമ്മളത് ഇടലില്ലല്ലോ, അത് ഇടുന്നില്ലല്ലോ. ഓക്കെ, എന്നല്ല നമുക്ക് നേരെ ഏട്ടാ. ഈ അരീക്കൽ വെള്ളച്ചാട്ടം എവിടെയാ? അരീക്കൽ വെള്ളച്ചാട്ടം? അരീക്കൽ ആ ഇവിടെ പോയിട്ടാകുമ്പോ അവിടെ ഒരു 3 കൂടി ജംഗ്ഷൻ ഉണ്ട്. ആ വലത്തേക്കാ? ആ ചക്കരക്കല്ല് ടൗൺ. ആ 2 സ്ഥലത്തും വലത്ത്. അതെ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം. താങ്ക്സ് ചേട്ടാ. പുള്ളി പറഞ്ഞതാണ്, പുള്ളിക്കറിയാം. നമ്മൾ ഇടയ്ക്കൊക്കെ ചോദിച്ചായിരുന്നു, ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ആർക്കും അറിഞ്ഞൂടാ. നേരെ വലത്തേക്ക്, പിന്നെയും വലത്തേക്കെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് അവിടെ നിന്ന് കൺഫേം ചെയ്യണം. ഒരു നേരെ വലത്തേക്ക്, അതിനുശേഷം നമ്മൾ പോകുന്ന വിളിക്കുന്നത് കൺഫേം. ഓക്കെ, എങ്ങോട്ടാ? നേരെ പോയിട്ട് ആ അവിടെ ആ ഒരു 4 കൂടിയ ജംഗ്ഷനാ? ഓക്കെ ഓക്കെ, താങ്ക്സ്.
ചേട്ടാ ഈ അരീക്കൽ വെള്ളച്ചാട്ടം എവിടെയാ ചേട്ടാ? ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ നേരെ പോവാം. ആ അതിൻ്റെ ആറിന് ഇടത്തോട്ട് എടുത്തോട്ടാ. അവിടെ ഒരു പിന്നെ കോൺഗ്രസിൻ്റെ സെൻറ്ററുണ്ട്, ബസ് സ്റ്റേഷൻ. ആ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് ചേച്ചി വെള്ളച്ചാട്ടം എവിടെയാ ചേച്ചി? ആ കുന്നക ഇറക്കമില്ല ആ അവിടെയാണ് ഒരു കയറ്റവും ആ ഇല്ല ആ. അതിന്റെ താഴെ ഒരു ചെറിയൊരു ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഇടത്തേക്കാ വഴി. അടുത്തേക്ക് ആ കയറ്റത്തിന് അവിടെ നിന്നല്ലേ? ആ കയറ്റുന്ന ചെറിയൊരു വഴിയാ. ബോർഡ് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇല്ല ബോർഡൊന്നും വെച്ചില്ല. മഴക്കാലേ വെള്ളം ഉണ്ടാവും. ഇപ്പൊ വെള്ളം ഇല്ലേ? ഇപ്പൊ ഇന്നുള്ള വെള്ളം ഉണ്ടാവും. 2 ദിവസം ഇതുപോലെ വെയിലടിച്ചാൽ വെള്ളം ഉണ്ടാവില്ല. നിങ്ങൾ എവിടെ തന്നെയാ? ഞങ്ങള് ആലക്കോട്. ആലക്കോട്. ഓക്കെ. ഓക്കെ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു തന്ന വഴിയിലൂടെ നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇടത്തേക്ക് ഒന്ന് നടന്നു പോകണമെന്നൊക്കെ പറഞ്ഞു. നോക്കാം, ചെറിയ വഴിയാണ്. ചേട്ടാ ഈ വെള്ളച്ചാട്ടം എവിടെ ചേട്ടാ? ആ ഇവിടുന്നാ? ആ ഇത് തന്നെയാണ്. ഇത് ആ വഴിയാണോ പോയത്? അവിടെ വഴിയില്ല. ഇല്ല. ആ ഇതായിരിക്കും വഴി. ഓക്കെ. ചോദിച്ച് ഞങ്ങളിവിടെ അവസാനം ഞങ്ങൾ അരീക്കൽ വെള്ളച്ചാട്ടത്തിലെത്തി കേട്ടോ. ഇതാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി. അങ്ങോട്ട് നനച്ചിട്ട് അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു വഴിയാണ് കേട്ടോ, അതിലൂടെയാണ് പോകേണ്ടത്. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴിയൊന്ന് മാറിപ്പോയി, എന്നാലും ഞങ്ങൾ കണ്ടുപിടിച്ചു ചോദിച്ചു. അപ്പോൾ ഇതൊരു ചലഞ്ചായിരുന്നു കേട്ടോ. നമ്മൾ എത്തുന്നിടം വരെ കാണിച്ചതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ചലഞ്ചുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളിവിടെ അടുത്തൊരു വീട്ടിൽ ചോദിച്ചപ്പോൾ മനസ്സിലായ കാര്യം, എപ്പോഴും ഒന്നും വെള്ളമില്ല കേട്ടോ ഇവിടെ. ഞങ്ങളങ്ങനെ ഫൈനലായിട്ട് വെള്ളച്ചാട്ടത്തിൽ എത്തി കേട്ടോ. കിട്ടില്ലം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കിട്ടില്ലം വെള്ളച്ചാട്ടം. കുറച്ചുകൊണ്ട് പൊക്കത്ത് കയറി തിരിച്ചെന്നിട്ട് കിട്ടില്ലം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ കിടിലം വെള്ളച്ചാട്ടം കേട്ടോ. ചെറിയ വെള്ളച്ചാട്ടമാണ്. എന്നാൽ പിന്നെ ചെറിയ വെള്ളച്ചാട്ടമാണ്, അതുകൊണ്ട് തന്നെ ഫാമിലിക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. ഇത് അരീക്കൽ വെള്ളച്ചാട്ടം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ചാൽ, നമ്മളിവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായ കാര്യം, അതായത് മഴയുടെ സമയത്ത് മാത്രമേ ഇവിടെ എത്രത്തോളം വെള്ളം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ 2 ദിവസം മഴ പെയ്തില്ലെങ്കിൽ ഇവിടെ വെള്ളം ഉണ്ടാവില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ കണ്ടുവരുന്നവർ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഗൂഗിൾ മാപ്പിൽ കണ്ടുവരുന്നവർ അതിൽ കാണുന്ന അത്രയും വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല, പക്ഷേ എങ്കിലും കൊള്ളാം വെള്ളച്ചാട്ടം. അത്രയും വലിയ അട്രാക്ഷൻ ഇല്ല കേട്ടോ. നമ്മൾ നേരത്തെ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് എക്സാക്റ്റായിട്ട് നമ്മൾ പറയും. എക്സാക്റ്റായിട്ട് ഉള്ളതാണെങ്കിൽ ഉള്ളത് തന്നെ പറയും, ഇല്ലാത്തതാണെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും. അപ്പോൾ ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ മഴ പെയ്താൽ മാത്രമായിരിക്കും ഇവിടെ വെള്ളം വരിക. അപ്പോൾ മഴ ഇല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നിങ്ങളിത് കണ്ടിട്ട് വരാതിരിക്കുക. ഓക്കെ, അപ്പോൾ വെള്ളം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് വരേണ്ടതെന്ന് പറഞ്ഞത്. പിന്നെ ഈ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഫാമിലി ആയിട്ടും പിള്ളേരൊക്കെ ആയിട്ട് വരാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണിത്. കാരണം വലിയ വെള്ളച്ചാട്ടമല്ല, പക്ഷെ നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിൽ അതിന് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം നമുക്ക് ഇതിന് കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഓക്കെ, മുകളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. മുകളിലേക്കൊക്കെ ഉണ്ട്.
അതിങ്ങനെ കുറേ പാറക്കല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ചാടി ചാടി വരുന്ന അതിന് മുകളിലേക്ക്. ഓക്കെ, ലെറ്റ് us enjoy.